ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്തിയിരുന്നല്ലോ ഈ കഴിഞ്ഞ ആഴ്ച. പരിശുദ്ധമ്മയുടെ ജപമാലയെക്കുറിച്ച് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ബ്യൂട്ടിഫുൾ ആയ ഒരു പുസ്തകമാണ്. കുറച്ചുപേരൊക്കെ അത് മേടിച്ചു എന്നൊക്കെ എനിക്ക് ഇമെയിൽ വന്നു. വലിയ സന്തോഷം. ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്ത് അനുഗ്രഹം ആയിട്ട് മാറുന്നതിനെ ഓർത്ത് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഈ ഒരു പുസ്തകത്തിൽ തന്നെയാണ് ജോൺ ബോൾ പാപ്പ ഇങ്ങനെ പറഞ്ഞത്. ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഒരു കൂട്ടിനെ കുറിച്ച്, ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ ജോൺ ബോൾ പാപ്പ പറയുന്നുണ്ട്. അതായത് യൗവനം മുതൽ എൻ്റെ കൂടെ ജപമാല ഉണ്ടായിരുന്നു എന്നാണ്. കൂട്ടെന്ന് പറയുമ്പോൾ മാനുഷികമായ ഒരു സൗഹൃദത്തെ കുറിച്ചല്ല ജോൺ ബോൾ പാപ്പ പറയുക. യൗവനം മുതൽ എൻ്റെ കയ്യിൽ എപ്പോഴും ജപമാല ഉണ്ടായിരുന്നു, ഞാനത് താഴെ വെച്ചിട്ടില്ല എന്നൊക്കെയാണ് പാപ്പ പറയുക. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ സന്തോഷത്തിന്റെ സമയത്തും ജപമാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ സങ്കടത്തിന്റെ സമയത്തും ജപമാല കയ്യിലുണ്ടായിരുന്നു. ഈ നാലാമത്തെ രഹസ്യത്തിന്റെ ആ ഒരു കൂട്ട് അവതരിപ്പിച്ചത് ജോൺ ബോൾ പാപ്പയാണല്ലോ, പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ. അപ്പൊ പാപ്പ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും, പ്രകാശത്തിന്റെ ദിവസങ്ങൾ ഉണ്ടാവും, വലിയ ദുഃഖത്തിന്റെ ദിവസങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ ദുഃഖം കഴിഞ്ഞിട്ട് മഹിമയുടെയും മഹത്വത്തിന്റെ ഒക്കെ ദിവസങ്ങൾ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ജപമാല പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതം എന്ന്. സന്തോഷവും സങ്കടവും ഉയർപ്പും പിന്നെ പ്രകാശവും എല്ലാം ഉണ്ടാകും. അപ്പൊ പാപ്പ ഇങ്ങനെ പറയാം, എൻ്റെ സന്തോഷത്തിന്റെ സമയത്തും ജപമാല കയ്യിലുണ്ട്, സങ്കടത്തിന്റെ സമയത്തും ജപമാല കയ്യിലുണ്ട്, ഞാനത് താഴെ വെച്ചിട്ടില്ലെന്ന്. സന്തോഷം വരുമ്പോഴത്തേനും നന്ദി പറയാൻ വേണ്ടി ജപമാല ഉപയോഗിക്കുന്നു, സങ്കടം വരുമ്പോഴത്തേനും അത് ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കാൻ വേണ്ടി മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ആയുധം മേടിച്ച് ഈശോയിലേക്കൊരു എനിക്കൊരു അനുഗ്രഹത്തിന് വേണ്ടി ഞാനത് കൊടുക്കുകയാണെന്ന് ഇങ്ങനെ പാപ്പ പറയാണ്. നമുക്ക് പാപ്പ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാം. അന്ന് ആ പുസ്തകം ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ എൻ്റെ പുറകുവശത്ത് എഴുതിയിരുന്ന ഒരു കാര്യം വായിച്ചത് ഓർക്കുന്നില്ലേ? എൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ, വലിയ സങ്കടങ്ങളെല്ലാം ഞാൻ ജപമാല കൊടുത്തു, എല്ലാത്തിനും എനിക്ക് ഉത്തരം ലഭിച്ചു. ജോൺ പോൾ പാപ്പയാ പറയണേ. അതുകൊണ്ട് ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തു. എല്ലാത്തിനും, വെല്ലോത്തിനും, ചിലതിനും ഒന്നുമല്ല, ഞാൻ എൻ്റെ സങ്കടങ്ങളെ ജപമാലയെ കൊടുത്ത് എൻ്റെ എല്ലാ ഉത്കണ്ഠകൾക്കും ഉത്തരം കിട്ടിയെന്ന് പാപ്പ പറയാം. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നോക്ക്, ഇന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില സങ്കടങ്ങൾ, വേദനകൾ, എന്നാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല, ഇനി എന്നാ പുതിയ പ്രാർത്ഥന ചെല്ലണ്ടേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കണം. ഒന്നും ചെല്ലണ്ട. നിങ്ങൾ ജപമാല കയ്യിലെടുത്ത് കൈപ്പിടിച്ച് ജപമണികൾ എടുത്ത് മുന്നോട്ട് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ സന്തോഷമാവട്ടെ, നിങ്ങളുടെ സങ്കടമാവട്ടെ, കർത്താവ് ഇത് പ്രകാശവും മഹിമയാക്കി മാറ്റും. സന്തോഷം പ്രകാശമായിട്ട് മാറും, ദുഃഖം മഹിമയായിട്ട് മാറും. ജീവിതം കുഞ്ഞു ജീവിതമാണ്. ഇഷ്ടംപോലെ സങ്കടങ്ങളും വെല്ലുവിളികളൊക്കെ നമുക്ക് വരും. സന്തോഷം മാത്രമായിരിക്കില്ല, സങ്കടം മാത്രമായിരിക്കില്ല. രണ്ട് വന്നാലും എന്ത് വന്നാലും നമുക്കൊരു ഉത്തരം വേണം. നമുക്കിത് മുന്നോട്ട് കയറണം. അതിന് ജപമാല കൂട്ടുപിടിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് പ്രകാശമാക്കി മാറ്റും. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഈശോയോട് പറഞ്ഞ് മാതാവ് മഹത്വമുള്ളതാക്കി മാറ്റും. അത്ര വലിയൊരു കൂട്ടാണ് നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയേക്കുന്നത്. കൊണ്ട് ജപമാല ചെല്ലുക, കൂടെ കൂടെ കൂടുതലധികമായിട്ട് ജപമാല ചെല്ലുക. ഈ മാസം അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ ജപമാല മിസ്സായി പോയിട്ടുണ്ടാകാം. വരുന്ന ദിവസം ഈ മെയ് 31 തീയതി വരെ കൂടുതൽ ജപമാല ചെല്ലുക. നമുക്കറിയാം 24 തീയതി പെന്തക്കോസ്താ തിരുനാളാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ജപമാല മുടക്കരുത്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൂടുതൽ ജ്വലിക്കണമെങ്കിൽ ജപമാല ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത്. 31 തീയതി ഈ വിസിറ്റേഷൻ തിരുനാളാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചതിൻ്റെ ഓർമ്മ തിരുനാളാണ് മെയ് 31. ആ ദിവസം വരെ 31 തീയതി വരെ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ ജപമാല ചൊല്ല്. ഒരു അനുഗ്രഹം ഇങ്ങനെ ഈശോയോട് ചോദിച്ചോ, ഈശോയെ എൻ്റെ സന്തോഷങ്ങളെ പ്രകാശമാക്കി മാറ്റണമേ, എൻ്റെ ദുഃഖങ്ങളെ മഹിമയുള്ളതാക്കി മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ജപമാല ചൊല്ലുക. അനുഗ്രഹം കൂടുതലായി ലഭിക്കട്ടെ. നിങ്ങൾക്ക് കൂടുതൽ ജപമാല ചൊല്ലാനുള്ള ഒരു അനുഗ്രഹം കിട്ടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.